നമസ്തേ. നമ്മുടെ ജീവിതത്തിലെ ചില സമയങ്ങളിലെങ്കിലും ശക്തിയും ആത്മവിശ്വാസവും കുറയുന്നതുപോലെ തോന്നിയിട്ടുണ്ടോ? അത്തരം സമയങ്ങളിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയ ശക്തി നൽകുന്ന ഒരു അത്യന്തം പവിത്രമായ മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. ഈ മന്ത്രം സൂര്യദേവനെ സ്തുതിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം ചൊല്ലുന്നത് ആദിത്യ ഹൃദയ മന്ത്രമാണ്. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലാണ് ആദിത്യ ഹൃദയം പറയുന്നത്. ലങ്കയിൽ വെച്ച് രാമൻ രാവണനുമായി യുദ്ധം ചെയ്യുമ്പോൾ രാമന് രാവണനെ കീഴടക്കാൻ കഴിയാതെ വരുന്നു. ശിവഭക്തനായ രാവണൻ തളരാതെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ രാവണനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ രാമൻ അതിശയിക്കുന്നു, ക്ഷീണിതനാകുന്നു. അപ്പോഴാണ് അഗസ്ത്യ മഹർഷി രാമന് ഏറ്റവും ശക്തിയേറിയ ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിക്കുന്നത്. അങ്ങനെ സൂര്യദേവനെ ധ്യാനിച്ച് ആദിത്യ ഹൃദയം ജപിച്ച ശേഷമാണ് രാമന് രാവണനെ തോൽപ്പിക്കാൻ കഴിഞ്ഞതത്രേ. തഥോ യുദ്ധ പരിശ്രാന്തം എന്ന് തുടങ്ങുന്ന 30 ശ്ലോകങ്ങളുള്ള മന്ത്രമാണത്. എന്നാൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന 11 വരികളാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു കാണുന്നത്. അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സമാധാനം, ആത്മവിശ്വാസം, പോസിറ്റീവ് എനർജി എന്നിവ നൽകുന്ന ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലാം. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ, സ്ഥാവരജംഗമാചാര്യായ ദേ നമോ, ദേവായ വിശ്വൈകസാക്ഷിണേ ദേ നമ, സത്വപ്രധാനായ തത്വായ ദേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. അർത്ഥം നോക്കാം. സന്താപനാശകരായ നമോ നമ, സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവന് നമസ്കാരം. അന്ധകാരാന്തകരായ നമോ നമ, അന്ധകാരത്തെ ഇരുട്ടിനെ നശിപ്പിച്ച് പ്രകാശം നൽകുന്നവനെ നമസ്കരിക്കുന്നു. ചിന്താമണി ചിദാനന്ദായ ദേ നമ, ചിന്താമണി പോലെ. ചിന്താമണി എന്നാൽ ഒരു വെളുത്ത നിറമുള്ള രത്നമായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഇരുമ്പിനെ പോലും ഈ രത്നം കൊണ്ട് തൊട്ടു കഴിഞ്ഞാൽ സ്വർണമാക്കാൻ കഴിയും, അത്ര വിശിഷ്ടമായ രത്നമായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ചിന്താമണി പോലെ അനുഗ്രഹം നൽകുന്ന ചിദാനന്ദ സ്വരൂപന് നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ദേവന് നമസ്കാരം. നീഹാരനാശകരായ നമോ നമ, പുലർകാല മഞ്ഞിനെ, ഇവിടെ അജ്ഞാനത്തിന്റെ മൂടൽ മഞ്ഞിനെ നീക്കുന്നവനെ നമസ്കരിക്കുന്നു. മോഹവിനാശകരായ നമോ നമ, മോഹവും മായയും ഒക്കെ ഇല്ലാതാക്കുന്നവനെ നമസ്കരിക്കുന്നു. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ, ശാന്ത രൗദ്ര സൗമ്യ ഘോര രൂപങ്ങളിൽ വരുന്നവനായ ദേവന് നമസ്കാരം. കാന്തിമതേ കാന്തിരൂപായ തേ നമ, പ്രകാശത്തിന്റെ രൂപമായ ദേവന് നമസ്കാരം. താവരജംഗമാചാര്യായ തേ നമോ, താവരജംഗമങ്ങളായ സകല ജീവികളുടെയും ചൈതന്യമായ ദേവന് നമസ്കാരം. ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ, ലോകത്തിനാകെ സാക്ഷിയായ ദേവനെ നമസ്കരിക്കുന്നു. സത്വപ്രധാനായ തത്വായ ദേ നമ, പരിശുദ്ധിയും സാത്വികതയും നിറഞ്ഞ ദൈവതത്വത്തെ ഞാൻ നമസ്കരിക്കുന്നു. സത്യസ്വരൂപായ നിത്യം നമോ നമ, ശാശ്വത സത്യസ്വരൂപനായ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രകാശത്തിന്റെ ഉറവിടവും ജീവന്റെ ശക്തിയും ലോകത്തിന്റെ സാക്ഷിയും സത്യത്തിന്റെ പ്രതീകവുമായ സൂര്യനെ പുരാതന കാലം മുതൽ ദൈവമായി ആരാധിക്കുന്നു. സൂര്യന്റെ മഹത്വം വിവരിക്കുന്ന ഈ സ്തുതി അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ജീവിതത്തിലെ ഭയം കുറച്ച് മനസ്സിന് ആത്മവിശ്വാസം നൽകുന്നു. നെഗറ്റീവ് ചിന്തകൾ നീക്കി മനസ്സിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നു. വിദ്യാർത്ഥികളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് പറയുന്നു. രാവിലെ സൂര്യോദയ സമയത്താണ് ഇത് ജപിക്കേണ്ടത്. 8 മണിക്ക് മുൻപായി ജപിക്കുക. സൂര്യനെ നോക്കി തന്നെ ചൊല്ലുക. ശുദ്ധമായ മനസ്സോടും ഭക്തിയോടും കൂടി ജപിക്കുക. സൂര്യ നമസ്കാരം ചെയ്ത് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കഴിഞ്ഞ 21 വർഷങ്ങളായി എന്റെ പ്രഭാത പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ മന്ത്രം എനിക്ക് വളരെ പവർഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഈ ആത്മീയമായ അറിവ് ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും.